ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് സയൻസിലെ മോക്ക് ടെസ്റ്റ് ആയിട്ടാണ്. ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. ഒന്ന് എഴുതി നോക്കുക. മുഴുവൻ മാർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം അല്ലാത്തവ ഏത്? ചോദ്യം നന്നായിട്ട് ശ്രദ്ധിച്ചു വായിക്കുക. ചുവടെ തന്നിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം അല്ലാത്തവ ഏത്? പഞ്ചസാര കത്തിക്കരിയാവുന്നത്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്, ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നത്, മെഴുക് ഉരുകുന്നു. ഇതിൽ രാസമാറ്റത്തിന് ഉദാഹരണം അല്ലാത്തവ എന്നാണ് ചോദിച്ചത്. ഉത്തരം കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണിക? ആറ്റം, തന്മാത്ര, ബോസോൺ, അതുപോലെ തന്നെ ന്യൂക്ലിയോൺ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, എളുപ്പമുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തെ ചോദ്യം, മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ചത് ആര്? ലാവോസിയ, മെൻഡലീവ്, അതുപോലെ തന്നെ ഡൊബ്രൈനർ, ന്യൂലാൻഡ്സ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ്, 4 വ്യക്തികളാണുള്ളത്. മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ചതാര് എന്നാണ് ചോദ്യം. നാലാമത്തെ ചോദ്യം, ഹീലിയം, നിയോൺ, ആർഗോൺ പോലുള്ള ഉത്കൃഷ്ടവാതകങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് ഏതാണ്? 16-ാം ഗ്രൂപ്പ്, 17-ാം ഗ്രൂപ്പ്, 14-ാം ഗ്രൂപ്പ്, 18-ാം ഗ്രൂപ്പ്. ഹീലിയം, നിയോൺ, ആർഗോൺ കേട്ടോ. ഇങ്ങനെയുള്ള ഉത്കൃഷ്ടവാതകങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത് എന്നാണ് ചോദ്യം. ഗാൽവനിക് സെല്ലിലെ ഊർജമാറ്റം വൈദ്യുതോർജം രാസോർജമായി മാറുന്നതാണ്. ഒരു ഗാൽവനിക് സെല്ലിലെ കാഥോഡിൻ്റെ ക്രിയാശീലം ആനോഡിൻ്റെതിനേക്കാൾ കുറവായിരിക്കും. ഗാൽവനിക് സെല്ലിനെ ഇലക്ട്രോൺ പ്രവാഹദിശ കാഥോഡിൽ നിന്നും ആനോഡിലേക്കായിരിക്കും. ആനോഡിൽ ഓക്സീകരണം സംഭവിക്കുന്നു. ഇവിടെ 4 പ്രസ്താവനകൾ വായിക്കുമ്പോൾ നമുക്ക് ഈ മുകളിലത്തെ കാര്യം മറന്നു പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 1, 3, 2, 3, 1, 4 എല്ലാം ശരിയാണ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉത്തരം ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് നോക്കുക. ആറാമത്തെ ചോദ്യം, വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവ്, തീരെയില്ല, വളരെ കൂടുതൽ, ഇവയൊന്നുമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. ഏഴാമത്തെ ചോദ്യം, വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന ഊഷ്മാവിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് ലീച്ചിങ്, റോസ്റ്റിംഗ്, കാൽസിനേഷൻ, ഡിസ്റ്റിലേഷൻ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന ഊഷ്മാവിൽ ചൂടാക്കുന്ന പ്രക്രിയ. എട്ടാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. A, B, C, D ഇങ്ങനെ 4 എണ്ണം വന്നിട്ടുണ്ട്. ഇവിടെ 1, 2, 3, 4 എ പാർട്ട്, ബി പാർട്ട് ആയിട്ടാണ്. നിങ്ങൾ ഇവിടെ നോക്കണം. റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തി. വർഷമാണ് ചോദിക്കുന്നത്. തിയോഡർ ഷ്വാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. MG സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. റുഡോൾഫ് വിർഷോ കോശസിദ്ധാന്തം പരിഷ്കരിച്ചു. നിലവിലുള്ള കോശങ്ങളിൽ നിന്നു മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചു. ഇവിടെ 831, 838, 39, 58 എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം, തെറ്റായ ജോഡി കണ്ടുപിടിക്കാൻ ആണ് ചോദ്യം. തെറ്റായ ജോഡി കണ്ടുപിടിക്കുക. മാവും മരവാഴയും കമൻസലിസം അവരുടെ ബന്ധമാണ് പറയുന്നത്. കടുവയും മാനും മത്സരം. മാവും ഇത്തിൽ കണ്ണിയും പരാധജീവനം. പൈൻ മരവും അവയ്ക്ക് ചുറ്റുമുള്ള സസ്യങ്ങളും അമൻസലിസം. ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിച്ചു നോക്കിയാൽ കിട്ടും. 10ാമത്തെ ചോദ്യം, ശ്രീവിശാഖം, ശ്രീസഹ്യം എന്നിവ ഏതിൻ്റെ സങ്കരയിനമാണ്? കരിമ്പ്, മരച്ചീനി, മാവ്, കുരുമുളക്. 11ാമത്തെ ചോദ്യം, വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏത്? ഇൻ്റർഫെറോണുകൾ, ഇൻസുലിൻ, എൻഡോർഫിൻ, ഡോർഫിൻ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. 12ാമത്തെ ചോദ്യം,
ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ. സിമ്പിളായിട്ടുള്ള ചോദ്യം. 13ാമത്തെ ചോദ്യം, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? സെറിബെല്ലം, സെറിബ്രം, മെഡുള്ള ഓബ്ലോങ്കേറ്റ, അതുപോലെ തന്നെ തലാമസ്. ഇങ്ങനെയാണ് ഓപ്ഷൻസ്. 14ാമത്തെ ചോദ്യം, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തതേത്? രോഗങ്ങളും രോഗകാരികളും നമുക്ക് പഠിക്കാനുള്ളതാണ്. വായുവിലൂടെ പകരാത്ത രോഗങ്ങൾ അല്ലാത്തതേത് എന്നാണ് ചോദ്യം. ക്ഷയം, ജലദോഷം, ആന്ത്രാക്സ്, കുഷ്ഠം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. 15ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മൾബറി കൃഷി അറിയപ്പെടുന്നത്? മോറികൾച്ചർ, ഒലേറികൾച്ചർ, എപ്പികൾച്ചർ, വിറ്റികൾച്ചർ. 16ാമത്തെ ചോദ്യം, ഒരു ക്വിൻ്റൽ എന്നത് 100 കിലോഗ്രാം, 10 കിലോഗ്രാം, 75 കിലോഗ്രാം, 1000 കിലോഗ്രാം. ഒരു ക്വിൻ്റൽ എത്രയാണ് എന്നാണ് ചോദ്യം. 17ാമത്തെ ചോദ്യം, കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്താണെങ്കിൽ അത്തരം ചലനമാണ് എന്ത്? ഭ്രമണം, പരിക്രമണം, ദോലനം, നേർരേഖാചലനം. ഓക്കെ. 18ാമത്തെ ചോദ്യം, നിഴലുകൾ ക്രമരഹിതവും അവ്യക്തവുമായും കാണാൻ കാരണമായ പ്രകാശ പ്രതിഭാസം? വിഭങ്കനം, അപവർത്തനം, വികിരണം, വിസരണം. 19ാമത്തെ ചോദ്യം, ഇലക്ട്രോണുകളുടെ തുടർച്ചയായ പ്രവാഹത്തെ വിളിക്കുന്നത് എന്താണ്? വൈദ്യുതി, പ്രതിരോധം, സ്ഥിതവൈദ്യുതി, പൊട്ടൻഷ്യൽ വ്യത്യാസം. 20ാമത്തെ ചോദ്യം, ഒരു കാന്തത്തിൻ്റെ കാന്തിക സ്വഭാവം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ്? ഒരു കാന്തത്തിൻ്റെ കാന്തിക സ്വഭാവം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ്? ധ്രുവങ്ങളിൽ, മധ്യഭാഗത്ത്, എല്ലായിടത്തും ഒരുപോലെ ഇവയൊന്നുമല്ല. അപ്പോൾ 20 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഉത്തരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. എ ഓപ്ഷൻ വന്നിട്ടുള്ളത് പഞ്ചസാര കത്തിക്കരിയാവുന്നത്, ബി ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്, സി ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു, ഡി എന്താണ്? മെഴുകുരുകുന്നത്. ഇവിടെ നോക്കുക, രാസമാറ്റം, പഞ്ചസാര കത്തിക്കരിയാകുന്നത് രാസമാറ്റമാണ്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് രാസമാറ്റമാണ് അല്ലേ. ഇവിടെ ചോറ് നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് വായിൽ ഭക്ഷണം വെച്ചിട്ട് നമ്മൾ അല്പസമയം നിന്നാൽ തന്നെ നമുക്ക് ഒരു മധുരം അനുഭവപ്പെടും അല്ലേ. അന്നജം മാൾട്ടോസായി മാറുന്നു, ഭാഗികമായ മാൾട്ടോസായി മാറുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതും രാസമാറ്റമാണ്. എന്നാൽ മെഴുക് ഉരുകുന്നു, അതെന്താണ്? ഭൗതിക മാറ്റമാണ്. അപ്പോൾ രാസമാറ്റത്തിന് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചത്. രാസമാറ്റം ചോദിച്ചാണെങ്കിൽ എ, ബി, സി ആണ്. രാസമാറ്റം അല്ലാത്തത് മെഴുകുരുകുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണിക അത് ആറ്റമാണ് അല്ലേ. മൂന്നാമത്തെ ചോദ്യം, മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച വ്യക്തി അത് ലാവോസിയാണ് കേട്ടോ, ലാവോസിയ. നാലാമത്തെ ചോദ്യം, ഹീലിയം, നിയോൺ, ആർഗോൺ പോലുള്ള വാതകങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് ഏതാണ്? 18ാം ഗ്രൂപ്പാണ്. ഇവിടെ ഓപ്ഷനിൽ ശ്രദ്ധിക്കണം, 16ാം ഗ്രൂപ്പ്, 17ാം ഗ്രൂപ്പ് നമ്മൾ കരുതും ഇതാണ് 18. ഇത് ഏതാ? 14 എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റിക്കാൻ വേണ്ടി തന്നെ കൊടുത്തതാണ്. അപ്പോൾ ഇത് 18ാം ഗ്രൂപ്പാണ്, ശ്രദ്ധിക്കണേ. അപ്പോൾ അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാ ചോദിച്ചത്. ഗാൽവനിക് സെല്ലിലെ ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നതാണ്. ആക്ച്വലി ഗാൽവനിക് സെല്ലിലെ ഊർജ്ജമാറ്റം രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. ഒരു ഗാൽവനിക് സെല്ലിലെ കാഥോഡിൻ്റെ ക്രിയാശീലം ആനോഡിൻ്റെ ഇതിനേക്കാൾ കുറവായിരിക്കും. ഓക്കെയാണ്. ഇനി ഗാൽവനിക് സെല്ലിലെ ഇലക്ട്രോൺ പ്രവാഹ ദിശ കാഥോഡിൽ നിന്നും ആനോഡിലേക്കായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ തിരിച്ചാണ് വരേണ്ടത്. അപ്പോൾ ഇതും തെറ്റാണ് അല്ലേ. പിന്നെ ആനോഡിൽ ഓക്സീകരണം സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ 1ഉം 3ഉമാണ് തെറ്റ്, ശരിയല്ലാത്തത്. അപ്പോൾ 1ഉം 3ഉം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. യെസ്, ഓപ്ഷൻ എ ആണ്. ആറാമത്തെ ചോദ്യം, വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അല്ലേ എങ്ങനെയായിരിക്കും? വാതക തന്മാത്രകൾ വളരെ കുറവ്, തീരെയില്ല, വളരെ കൂടുതൽ, തീരെയില്ല. ഏഴാമത്തെ ചോദ്യം, വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന ഊഷ്മാവിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ് എന്നത്. എട്ടാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ്. റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയ വർഷം ആണ് ചോദ്യം വന്നിട്ടുള്ളത്.
1831 കേട്ടോ. തിയോഡർ ഷ്വാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്, അല്ലേ? അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1839 റുഡോൾഫ് വിർഷോ ഇവിടെ MG ശ്രീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് 1838 റുഡോൾഫ് വിർഷോ കോശസിദ്ധാന്തം പരിഷ്കരിച്ചതും നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്നൊരു നിഗമനം രൂപീകരിച്ചതും അത് 1858 ഇത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഭാഗമാണ്, അവിടെ നിന്ന് എടുത്ത ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം, തെറ്റായ ജോഡി കണ്ടുപിടിക്കുക. മാവും മരവാഴയും, കമൻസലിസം. അതായത് നോക്കുക, മാവും മരവാഴയും. ഇപ്പോൾ മാവും മരവാഴയും കമൻസലിസമാണ്. കടുവയും മാനും തമ്മിലുള്ള ബന്ധം മത്സരം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും മത്സരം എന്ന് പറയുന്നതിന് പകരം ഇരപിടുത്തമാണ് അവിടെ വരുന്നത്. മാൻ ഒരിക്കലും കടുവയായിട്ട് മത്സരിക്കുന്നില്ല, അല്ലേ? അപ്പോൾ ഇവ ഇരപിടുത്തമാണ് വരുന്നത്. കമൻസലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ മരവാഴ ഇരിക്കുന്നത് കൊണ്ട് മാവിന് ദോഷമൊന്നുമില്ല. ഓക്കെ, അതാണ് ഇവിടെ കമൻസലിസം എന്ന് പറയുന്നത്. എന്നാൽ മാവും ഇത്തിൾ കണ്ണിയും അതാണെങ്കിൽ പരാതജീവനമാണ്. കാരണം ഇത്തിൾ ഉണ്ടെങ്കിൽ മാവിന് പ്രശ്നം തന്നെയാണ്. പക്ഷെ മരവാഴ വലിയ പ്രശ്നമില്ല, അതാണ് അവിടെ വന്നത്. പൈൻ മരവും അവയ്ക്ക് ചുറ്റുമുള്ള സസ്യങ്ങളും, അമൻസലിസം. അതായത് ഇവിടെ പൈൻ മരത്തിന് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമൊന്നുമില്ല. എന്നാൽ അതിന് ചുറ്റുമുള്ള സസ്യങ്ങൾക്കാണെങ്കിൽ ദോഷമാണ്. കാരണം സൂര്യപ്രകാശം കിട്ടാതെ വരാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് കടുവയും മാനും തമ്മിലുള്ള ഇത് ഇരപിടുത്തം എന്നാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. ഇത് മത്സരം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റായ ജോഡി ഓപ്ഷൻ ബി ആണ്. 10ാമത്തെ ചോദ്യം, ശ്രീവിശാഖം എന്ന് പറയുമ്പോൾ തന്നെ മരച്ചീനി ആണ് വരിക. 11ാമത്തെ ചോദ്യം, വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്റർഫെറോണുകളാണ് കേട്ടോ, ഇന്റർഫെറോണുകളാണ്. 12ാമത്തെ ചോദ്യം, ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 13ാമത്തെ ചോദ്യം, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബെല്ലം. 14ാമത്തെ ചോദ്യം, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തത്. ക്ഷയം വായുവാണ്, ജലദോഷം വായുവിലൂടെയാണ്, ആന്ത്രാക്സ് വായുവിലൂടെയാണ്, കുഷ്ഠം സമ്പർക്കമാണ്. 15ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മൾബറി കൃഷി അറിയപ്പെടുന്നത്. നോക്കുക, മോറികൾച്ചർ ആണ്. ഓപ്ഷൻ എ മോറികൾച്ചർ ആണ് മൾബറി കൃഷി. 16ാമത്തെ ചോദ്യം, ഒരു കിൻഡൽ എന്നത് 100 കിലോഗ്രാം, 10 കിലോഗ്രാം, 75 കിലോഗ്രാം, 1000 കിലോഗ്രാം, അല്ലേ? 100 കിലോ ആണ്. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്താണെങ്കിൽ അത്തരം ചലനം അത് പരിക്രമണമാണ്. ഇനി അകത്താണെങ്കിലോ അത് ഭ്രമണമായിരിക്കും. 18ാമത്തെ ചോദ്യം, നിഴലുകൾ ക്രമരഹിതവും അവ്യക്തവുമായി കാണാൻ കാരണമായ പ്രകാശ പ്രതിഭാസം വിഭങ്കനം. 19ാമത്തെ ചോദ്യം, ഇലക്ട്രോണുകളുടെ തുടർച്ചയായ പ്രവാഹത്തെ വിളിക്കുന്നത് വൈദ്യുതി എന്നാണ്. 20ാമത്തെ ചോദ്യം, ഒരു കാന്തത്തിൻ്റെ കാന്തിക സ്വഭാവം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ്? ധ്രുവങ്ങളിലാണ്. ഓക്കെ, 20 ചോദ്യമാണ്. എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. എത്രണ്ണം ശരിയാക്കിയിട്ടുണ്ട്, ഫുൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം കൂടുതൽ ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണാം.